ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് റീസെൻ്റ് ആയിട്ട് ഭയങ്കര ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഡ്രാമയാണ് കേട്ടോ. സീരീസിൻ്റെ പേര് സെക്ഷൻ ഇ എന്നാണ്. ഒരുവിധപ്പെട്ട എല്ലാവരും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് റിക്വസ്റ്റ് ചെയ്തൊരു ഡ്രാമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഒരു പെൺകുട്ടി ഒരു സ്കൂളിൻ്റെ മുമ്പിലായിട്ട് വന്നു നിന്ന് അവളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. അവളുടെ പേരെന്ന് പറയുന്നത് ജെ എന്നാണ്. അവൾ ഈ സ്കൂളിലോട്ട് റീസെൻ്റ് ആയിട്ടാണ് ട്രാൻസ്ഫർ ആയി വന്നത്. അവൾ സ്വന്തമായിട്ട് പറയുന്നുണ്ട്, ഈ സ്കൂളിലെങ്കിലും മര്യാദയ്ക്ക് പഠിക്കണം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന്. അവൾ സ്കൂൾ വന്ന് കാണുമ്പോൾ അവൾ തന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. കാര്യം ആ സ്കൂൾ കണ്ടാലേ ഒരു മോള് പോലെ ആയിരുന്നു ഇരിക്കുന്നത്. അവിടെ ഒരുപാട് കപ്പിൾസും ഉണ്ടായിരുന്നു. നമ്മുടെ ജെ നല്ല എക്സൈറ്റഡ് ആയിട്ട് റിസപ്ഷനിൽ വന്നിട്ട് അവളുടെ ക്ലാസ് സെക്ഷനെ പറ്റി ചോദിക്കും. അവളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ ഇ എന്ന് പറയുന്ന 12th സ്റ്റാൻഡേർഡിലാണ്. ഇവളെ റിസപ്ഷനിൽ ഈ സെക്ഷൻ ഇയെ പറ്റി ചോദിക്കുന്നതും അവരെല്ലാവരും ഇവക്കൊരു പ്രത്യേകതരം റിയാക്ഷൻ കൊടുക്കും. ഇവള് വിചാരിക്കും, അവരെന്താ എന്നെ ഇങ്ങനെ നോക്കിയത്, അവസാനത്തെ ഡിവിഷനിൽ പഠിക്കുന്നത് അത്ര വലിയ കുറ്റമൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ ആ ക്ലാസ് തിരക്കി അവിടോട്ട് നടന്നു വരും. എന്നാൽ ഈ സ്കൂളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പ്രേതാലയം പോലെ കിടക്കുന്ന ഒരു സ്കൂൾ ബിൽഡിങ്ങിലാണ് നമ്മളുടെ ഈ ജെ ചെല്ലുന്നെത്തുന്നത്. അവൾ വിചാരിക്കും, എന്നെ ഇവരിനി പറ്റിച്ചതായിരിക്കോ. ചെന്ന് കയറുന്നത് അവിടെ ഒരു കൂട്ടം ചെറുക്കന്മാർ നിന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് സംസാരിക്കുന്നത് കാണും. ജെ അവിടെ വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുത്തെ സെക്ഷൻ ഈ അറിയാവോ എന്ന്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ആൾക്കൂട്ടത്തിൽ നിന്ന് ലോലിപ്പോപ്പും വായി വെച്ചിട്ടുള്ള ഒരു ചെറുക്കൻ വരും. അവനൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അവന്റെ പേര് കാലിക്സ് എന്ന. അവൻ പറയും, ഇവിടെ ഒരു ക്ലാസ്സും ഇല്ല, മര്യാദക്ക് ഇവിടുന്ന് പോയെന്ന്. നമ്മുടെ ജെ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് അവൻ ചോദിക്കും, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേന്ന് പറഞ്ഞാൽ അവളെ വീണ്ടും വഴക്ക് പറഞ്ഞു വിടും. നമ്മുടെ ജെ വിചാരിക്കും, ഈ ചെറുക്കൻ എന്തോ തന്നെ വെറുതെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ. ഇതും പറഞ്ഞിട്ട് നമ്മളുടെ ജെ സ്വന്തമായിട്ട് കൂളായി അവിടെ നിന്ന് തിരിഞ്ഞങ്ങ് നടക്കും. അവള് വേഗം തന്നെ ആ മെയിൻ ബിൽഡിങ്ങിലായിട്ട് വരും. അവിടെ വരുമ്പോൾ അവള് വിചാരിക്കും, എന്നാലും നോക്കിയാണേ ഞാൻ പോയ ആ ക്ലാസ് റൂമും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, അവരെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നേ. ഇതൊക്കെ പറഞ്ഞിട്ട് അവളുടെ ക്ലാസ്സിലായിട്ട് വന്നിരിക്കുന്നതും ആ ക്ലാസ്സിലെ പിള്ളേരെല്ലാം നമ്മുടെ ജെജിനെ നല്ലതുപോലെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ക്ലാസ്സിലെ ലീഡർ വന്നിട്ട് ചോദിക്കും, നീ എന്താ പുതിയ സ്റ്റുഡൻ്റ് ആണോ, നിന്റെ ID കാർഡ് ഒന്ന് കാണിക്കോ. ഇവിടെ നമ്മളുടെ ജെ ആണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അവളുടെ ആ ID കാർഡ് എടുത്ത് കാണിക്കും. ഉടനെ തന്നെ ആ ക്ലാസ് പ്രസിഡന്റ് പറയും, അയ്യോ നീ ക്ലാസ് മാറിയിട്ടാണ് വന്നത്, നിന്റെ ക്ലാസ് സെക്ഷൻ ഇ ആണ്, ഇത് സെക്ഷൻ ഇ ആണ് എന്ന് പറയും. ഇത് കേൾക്കുന്നേ എല്ലാവരും കടന്ന് ചിരിക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജെയ്ക്കാണെങ്കിൽ അവളുടെ ക്ലാസ് റൂമും കാണിച്ചു കൊടുക്കും. നമ്മുടെ ജെ പെട്ടെന്ന് ഓടി വരും. അതായത് അവൾ ആദ്യമേ ഏത് ക്ലാസ്സിലാണോ വന്നത് അവിടെ തന്നെയായിരുന്നു ഇവിടെ ക്ലാസ്. വന്ന് നോക്കുമ്പോൾ അവിടെ സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജെജിനെ കാണുന്നേ സാറ് ചോദിക്കും, നീ എന്താ ലേറ്റ് ആയത് എന്ന്. അപ്പോൾ ജെ പറയും, എനിക്ക് ക്ലാസ് മാറിപ്പോയതാ സർ. സാർ അങ്ങനെ നമ്മളുടെ ജെ എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അവൾ പറയും, എൻ്റെ പേര് കുറച്ച് വലുതാ, എന്നെ നിങ്ങളെല്ലാവരും ജെ എന്ന് വിളിച്ചാൽ മതി എന്ന്. അപ്പോൾ സാറാണെങ്കിൽ അവിടെ ഉള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് ഇവളുടെ അടുത്ത് ഒന്നും ചോദിക്കാനില്ലേ. എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു. ഉടനെയാണ് നമ്മുടെ ക്ലാസ് പ്രസിഡന്റ് എഴുന്നേറ്റ് നിന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നീ വെർജിനാണോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ജെ അവന് തർക്കുത്തരം പറയും, അല്ല സാർ എൻ്റെ അടുത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് പറഞ്ഞത്, ഇങ്ങനെയാണോ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ എന്ന്. അങ്ങനെ രണ്ടെണ്ണം അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങും. സാർ അങ്ങനെ സമാധാനിപ്പിച്ച് നമ്മുടെ ജെ അടുത്ത് പോയി ഇരിക്കാൻ പറയും. ജെ ക്ലാസ്സിലായിട്ട് വന്നിരിക്കുന്നേ വിചാരിക്കും, ഈ ക്ലാസ്സിൽ എന്താ ഒറ്റ പെങ്കുച്ചു പോലും ഇല്ലാത്തേ എന്ന്. എല്ലാണോ പേടിച്ചു പോയതാണോ അതോ ഇനി എല്ലാവരും ആബ്സെൻ്റ് ആയിരിക്കുമോ. അവൾ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൾ ഇരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ഈ കാലിഫില്ലേ, അവൻ ഇവളുടെ തലയിലായിട്ടൊരു പേപ്പർ ചുരുട്ടി അങ്ങ് എറിയും. ഇവക്കൊന്നും മനസ്സിലാവത്തില്ല. ആ സാറ് തിരിയുന്നതും ഇവളെയാണെങ്കിൽ എല്ലാവരും കൂടി പേപ്പർ എറിഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇവളുടനെ എന്നെ സാറിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യും. എന്നാൽ സാർ അത് മൈൻഡ് ആകത്തൊന്നുമില്ല. സാർ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ക്ലാസ് റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നതും എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ജെയ്സിനെ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യും. അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്ലാസ് റൂം ഫുള്ളായിട്ട് ഇവക്കെതിരെ നിൽക്കുമല്ലേ. അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് ഓടും. എന്നിട്ട് അവൾ നേരെ വരുന്നത് അവിടുത്തെ ക്യാൻറ്റീനിലായിട്ടാണ്. അവിടെ വരുന്നത് നമ്മളുടെ ജെ വിചാരിക്കും, എൻ്റെ ക്ലാസ് റൂമിലുള്ള ചെറുക്കന്മാരെല്ലാം വെറും തല്ലിപ്പൊളികളാണ്, അതുകൊണ്ടാണ് അവന്മാരെല്ലാം ആ ക്ലാസ് റൂമിലായിട്ട് വെച്ചേക്കുന്നത്. അവൾ അങ്ങനെ ഫുഡും വാങ്ങിയിട്ട് വരാൻ നേരത്ത് അവൾ ആദ്യമേ ഒരു ക്ലാസ് റൂമിലായിട്ട് ചെന്നിരുന്നില്ലേ, അവിടുത്തെ ഒരു പെങ്കൊച്ച് നമ്മുടെ ജെ കാണുന്നേയും വിളിക്കും. എന്നിട്ട് പറയും, നീ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുക എന്ന്. അതേസമയം തന്നെ അവിടെ 2 പേര് വന്നിരിക്കും. അതിനകത്ത് ഒരുത്തൻ്റെ പേര് കാലിക്സ് എന്നും മറ്റവളുടെ പേര് എലയൊന്നുമാണ്. അവിടെയാണെങ്കിൽ ഈ പെൺപിള്ളേർ ഇവരെ രണ്ടുപേരും വിളിക്കുന്നേ നമ്മുടെ ജെ അവിടെ നിന്ന് ഒഴിഞ്ഞു മറിയങ്ങ് പോകും. അവൾ പറയും, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചോളാന്ന് പറഞ്ഞ് അവൾ നേരെ സെക്ഷൻ ഇയിലോട്ട് തന്നെ വരും. അവിടെ അവൾ ഫുഡും കൊണ്ട് വരുന്നതും എല്ലാം കൂടി വന്ന് ഇവളുടെ ഫുഡെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ടങ്ങ് പോകും. നമ്മുടെ ജെയ്ക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അവൾ പറയും, എൻ്റെ ഫുഡാടാ, നിങ്ങളൊക്കെ ഇത് എന്തുവാ കാണിക്കുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ ഒരു ചെറുക്കൻ അവിടെ വന്നിട്ട് പറയും, അതെ ഈ ക്ലാസ്സിൽ ഫുഡ് ഇങ്ങനെ കൊണ്ടുവരാൻ പാടില്ല, ഞങ്ങളെ എല്ലാവരെയും ക്യാൻറ്റീനിൽ ബാൻ ചെയ്തേക്കുക, അതുകൊണ്ട് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അവരെപ്പോഴായിരുന്നാലും തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജെ ആണെങ്കിൽ അത് മൈൻഡിൽ വെച്ചുകൊണ്ട് ഒരു ചിപ്സ് എടുത്ത് കയ്യിൽ വെക്കും. ഈ വന്ന
വന്ന് സംസാരിച്ച ചെറുക്കനാണെങ്കിൽ നമ്മുടെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആദ്യം തട്ടിപ്പറിച്ചുകൊണ്ടങ്ങ് പോകും. എന്നിട്ട് അവൻ പറയും ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഫുഡൊന്നും പുറത്തെടുക്കരുത് എന്ന്. ഇത് കേൾക്കുന്നതിന് ചേച്ചി ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ടീച്ചർ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരും. അവർ വന്നിട്ട് ചോദിക്കും ഈ ക്ലാസ് റൂം എന്തുവാ വേസ്റ്റ് കൊട്ടാരമാണോ, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ, മര്യാദയ്ക്ക് വൃത്തിയാക്കിക്കോ എന്നാൽ മാത്രമേ ഞാൻ അടുത്ത ക്ലാസ് എടുക്കത്തോളൂ എന്നും പറഞ്ഞ് ടീച്ചർ അവിടെ നിന്നങ്ങ് പോവും. ഇത് കേൾക്കുന്നതും ഈ ചെറുക്കന്മാരെല്ലാവരും ആ സെക്കൻഡിൽ തന്നെ ബാഗ് എടുത്ത് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജെ ചോദിക്കും അല്ല നിങ്ങളെല്ലാവരും ഇത് എവിടെ പോവുക, നിങ്ങളുടെ ക്ലാസ് റൂം വൃത്തിയാക്കാനല്ലേ പറഞ്ഞത്, ഞാൻ മാത്രമാണ് ഇവിടെ വൃത്തിയാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഇവന്മാരെല്ലാം പെട്ടെന്ന് തന്നെ ബാഗ് എടുത്ത് പുറത്തിറങ്ങി ആ കഥ അങ്ങ് ലോക്ക് ചെയ്യും. എന്നിട്ട് പറയും നീ വൃത്തിയാക്കിയാൽ മതി എന്ന്. ജെ പറയും എനിക്കാണെങ്കിൽ ഇവിടുത്തെ ചൂല് എവിടാന്ന് പോലും അറിയത്തില്ല, അതെങ്കിലും എനിക്കൊന്നും പറഞ്ഞു തരുമോ. അപ്പോൾ അവന്മാർ പറയുന്നത് നീ തന്നെ കണ്ടുപിടിക്കുക എന്നാ. അങ്ങനെ നമ്മളെ ജെ ആണെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെ പരതി നോക്കും. അവിടെയായിട്ട് കുക്കർ, ഗ്ലാസ്, ഒരു അടുക്കളയിൽ വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു കബോർഡും കാണും. അതിനകത്ത് നമ്മളുടെ കാലിഫില്ലേ അവന്റെ പെയിന്റ് തൊട്ടടുത്തായിട്ട് തന്നെ എല എന്നും പറഞ്ഞിട്ടൊരു പെങ്കുച്ചിന്റെ പേരും എഴുതി നടുക്കായിട്ടൊരു ഹേർട്ട് ഷേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ ജെ വിചാരിക്കും അല്ലെ ഈ ക്ലാസ്സിൽ വേറെ പെങ്കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പൊ ഇത് ഏത് പെങ്കൊച്ചായിരിക്കും എന്നും പറഞ്ഞ് അവൾ ആ കബോർഡ് തുറക്കാൻ വരുന്നത് പെട്ടെന്ന് തന്നെ കാലിഫ് അവിടോട്ട് വന്നിട്ട് ഇവളെ വഴക്ക് പറയും. എന്നിട്ട് പറയും നിന്റെ അടുത്ത് വൃത്തിയാക്കാൻ പറഞ്ഞാൽ നീ വൃത്തിയാക്കിയാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചേച്ചി ചോദിക്കും ആഹാ അപ്പൊ അതിനകത്ത് എന്തോ ഉണ്ടല്ലോ, നീ എന്തോ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുവാണല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ ഇവനെ കളിയാക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചേച്ചിയെ നേരെ അവളുടെ വീട്ടിലായിട്ട് വരുന്നതാ. അവളിപ്പോ അവളുടെ ആന്റിയുടെ കൂടെ സ്റ്റേ ചെയ്യുന്നേ. വന്നുടനെ അവൾ തിരക്കുന്നത് അവളുടെ മുത്തശ്ശീനെ പറ്റിയിട്ടാണ്. അപ്പൊ ആന്റി പറയും അവർക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് എന്തായിരുന്നാലും നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ലേ, നീ നല്ല പ്രോപ്പറായിട്ട് അവിടെ നല്ല കുട്ടിയായിട്ടിരിക്കണം എന്ന്. കൂട്ടത്തിൽ തന്നെ ആന്റി പറയും മോളെ നീ എൻ്റെ മോൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം, അവൻ എൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് സംസാരിക്കാറില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജെ അവിടെ ഓക്കെ പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം അവൾ സ്കൂളിലായിട്ട് വരുന്നതാണ്. അവൾ നേരത്തെ തന്നെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് വാങ്ങിയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി കഴിക്കാന്ന് വെച്ചാൽ അവിടെയായിട്ട് കാലിഫ് ഇരിക്കുന്ന കാണും. ഇവളങ്ങ് പേടിച്ചു പോവും. അവൻ ഇവളുടെ അടുത്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. ഇവളുടെ പെർമിഷൻ പോലും ചോദിക്കാണ്ടാണ് ഇവൻ ഫുഡ് എടുത്ത് കഴിക്കുന്നത്. ഇവൻ നല്ലതുപോലെ ആസ്വദിച്ച് കഴിക്കുന്ന കണ്ടിട്ട് നമ്മളുടെ ജെ അവൻ ഇങ്ങനെ നോക്കിയിരുന്നു പോവും. അവൾ പറയും ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എൻ്റെ ഫുഡ് ഞാൻ നിനക്ക് തരാമെന്ന്. എന്നാലും കാലിഫ് അതൊന്നും മൈൻഡ് ആക്കത്തില്ല. ഇവളിങ്ങനെ ഇവനെ നോക്കിയിരിക്കുന്ന കണ്ടിട്ട് അവൻ ചോദിക്കും നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന്. അപ്പൊ നമ്മുടെ ജെ പറയും ഞാൻ നിന്നെ നോക്കിയതൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരും ആ ഒരു ടോപ്പിക് അങ്ങ് മാറ്റും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജെ ക്ലാസ് റൂമിലായിട്ട് വന്നിരിക്കുന്നതാ. അവിടെ വരുന്നതും കാലിഫ് പെട്ടെന്ന് തന്നെ ഇവക്കൊരു ലിസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയും നീ ഈ ഫുഡ് എല്ലാം ക്യാൻറ്റീനിൽ പോയി വാങ്ങിയിട്ട് വരണോ എന്ന്. അപ്പൊ നമ്മുടെ ജെ ചോദിക്കും ഞാൻ എന്തിനാ അതൊക്കെ വാങ്ങിക്കുന്നേ. അപ്പൊ അവൻ പറയും വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല, നിന്നെ ഞങ്ങൾ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുമോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജെ ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് തർക്കുത്തരം പറയാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും ഓ നിന്റെ ഇലയെടുത്തായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ കാലിഫ് അവളെ നോക്കിയിട്ട് പറയും നീ ഈ പറഞ്ഞതിന് ഉറപ്പായിട്ടും റിഗ്രറ്റ് ചെയ്യുമെന്ന്. എന്നാൽ നമ്മളുടെ ജെ ആയിരുന്നാലും അവനെ നോക്കിയിട്ട് കൊഞ്ഞണം കുത്തി കാണിക്കും. എന്നിട്ട് പറയും പിന്നെ നീ ചിലപ്പോഴേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ പോയി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അവൾ പോകുന്ന വഴിക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ അവളെ പരിചയമുള്ളൊരു പെങ്കൊച്ചു എന്നിട്ട് ചോദിക്കും അല്ല ജെ നീ എന്തിനാ സ്വന്തമായിട്ട് സംസാരിക്കുന്നേ എന്ന്. അപ്പൊ ചേച്ചി പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ പെങ്കൊച്ചാണെങ്കിൽ ചേച്ചി അടുത്ത് ചോദിക്കുന്നത് നിനക്ക് ഫ്രണ്ട്സിനെ കിട്ടിയോ എന്നാ. അപ്പൊ നമ്മുടെ ജെ പറയും നിനക്ക് നന്നായിട്ട് അറിയാലോ സെക്ഷനിലുള്ളവർ എങ്ങനെയുള്ളവരാന്ന്, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, പക്ഷെ ഞാൻ ഓക്കെയാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് കീക്കു എന്നും പറഞ്ഞിട്ടൊരു ചെറുക്കൻ വരും. ഇവനെ കാണുന്നത് നമ്മുടെ ജെ അവനെ ഒന്ന് നോക്കും. ഈ ചെറുക്കനും നമ്മുടെ ജെജിനെ നല്ലപോലെ നോക്കിയിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും നിനക്ക് അവിടെ ഓക്കെ അല്ലേ, നിന്നെ അവിടെ ആരും ബുള്ളി ചെയ്യുന്നൊന്നും ഇല്ലല്ലോ എന്ന്. നമ്മുടെ ജെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ തിരിച്ച് അവളുടെ ക്ലാസ്സിലായിട്ട് വരുന്നത് എല്ലാം ഇവളുടെ പുറകെ ആയിട്ട് നടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജെ ബാഗിൽ നിന്ന് ഓരോരോ ചിപ്സ് ആയിട്ട് ഇവന്മാർക്ക് എടുത്ത് എറിഞ്ഞ് ഇങ്ങനെ കൊടുക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഒരു കളർ ചെയ്ത മുടിയുള്ളൊരു ചെറുക്കൻ വരും. ഇവനെ കാണുന്നേ എല്ലാവരും എടാ നീ വന്നോ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെല്ലും. ഇവന്മാർക്കെല്ലാം ഫുഡുമായിട്ടാണ് വന്നേക്കുന്നത്. ഇവന്റെ പേര് യൂറി എന്നായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജെജിനെ കാണുന്നേ ഇവൻ വന്ന് ഇങ്ങനെ തുറച്ചു നോക്കും. എന്നിട്ട് ചോദിക്കും നീ എന്തിനാ എൻ്റെ ഫ്രണ്ട്സിനെ ഒരു പട്ടീനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പൊ നമ്മുടെ ജെ പറയും ഞാൻ അവരെ അങ്ങനെയൊന്നും ട്രീറ്റ് ചെയ്തിട്ടില്ല. ഈ ചെറുക്കൻ വേഗം തന്നെ അകത്തോട്ട് കയറി അങ്ങ് പോകും. പെട്ടെന്ന് തന്നെ ജെ അവിടെ നിന്നൊരു ചെറുക്കനോട് ചോദിക്കും ഇവൻ ആരാ എന്ന്. അപ്പൊ അവൻ പറയും ഇവന്റെ പേര് യൂറി എന്നാ. ഇവൻ കഴിഞ്ഞ തവണ ക്യാൻറ്റീനിൽ കയറിയതിന്റെ പേരിൽ ഇവനെ സസ്പെൻഡ് ചെയ്തായിരുന്നു. അതാണ് ഇവനാണെങ്കിൽ 2 ദിവസമായിട്ട് സ്കൂളിലൊന്നും വരാഞ്ഞത് എന്ന്. അതേപോലെ തന്നെ ഈ ചെറുക്കൻ നേരെ വന്നിട്ട് നമ്മുടെ കാലിഫിനെ കണ്ടിട്ട് ചോദിക്കും അല്ല ആ ജെ എന്ന് പറഞ്ഞ പെണ്ണിനെ എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്, നിനക്ക് അവളെ അങ്ങ് പുറത്താക്കി കൂടായിരുന്നോ. അപ്പൊ നമ്മുടെ കാലിഫ് പറയും അവളെ ഞാൻ പുറത്താക്കാൻ നോക്കിയില്ല എന്നാണോ നീ വിചാരിച്ചേക്കുന്നത്, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, അവൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, എല്ലാവരെയും പോലെയൊന്നുമല്ല. ഉടനെ എന്നെ ഈ യൂറി പറയാൻ തുടങ്ങും മുന്നേ ഒരു പെണ്ണ് വന്നപ്പോൾ എങ്ങനെയായിരുന്നെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ, എന്തിനാ വെറുതെ അനാവശ്യ പണിക്കൊക്കെ നിൽക്കുന്നത്, നമുക്ക് ഇവളെ പുറത്താക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കാലിഫ് പറയും എനിക്കറിയാടാ, എന്നാലും അവളെ അങ്ങനെ പുറത്താക്കാനൊന്നും പറ്റത്തില്ല, ഇവള് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഇവൾ അങ്ങനെ ഇങ്ങനെയൊന്നും വരണ്ടു പോകുന്ന പെങ്കൊച്ചല്ല
അല്ല എന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മുടെ ജെ ആണെങ്കിൽ വീട്ടിൽ വരുന്നത് അവളുടെ ഒരു അങ്കിള് വന്നിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. അവൻ പറയും, നീ ഇപ്പൊ സെക്ഷൻ ഇയിലല്ലേ പഠിക്കുന്നത്, അവിടെയാണെങ്കിൽ എല്ലാ തള്ളിപ്പൊളി ചെറുക്കന്മാരും പഠിക്കും, അവിടെ പെൺപിള്ളേരൊന്നും കാണത്തില്ല, വന്ന പെൺപിള്ളേരല്ല അവന്മാരവിടെ നിന്ന് ഓട്ടിക്കുകയോ അല്ലെങ്കിൽ അവര് ട്രാൻസ്ഫർ ആയി പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, നിനക്ക് അവിടെ ഓക്കെ ആണോ, നിന്റെ സെക്ഷൻ ഞാൻ മാറ്റണോ എന്നാ ഇത് കേൾക്കുന്നേ നമ്മളുടെ ജെ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ ഓക്കെയാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവള് വീണ്ടും സ്കൂളിലോട്ട് വരാൻ നേരത്ത് അവിടെ ഒരു ചെറുക്കൻ കിടന്ന് കുറെ പയ്യന്മാരെയൊക്കെ എടുത്തിട്ട് അടിക്കുന്നതാണ്. നമ്മുടെ ജെജിനെ കാണുന്ന അവൻ പറയും, ജെ ഞാൻ നിന്റെ ക്ലാസ്മേറ്റാ, എന്നെ നിനക്ക് മനസ്സിലായില്ലേന്നും പറഞ്ഞ് അവൻ ഇവളുടെ കൂടെ വന്ന് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളുടെ ജെ ചോദിക്കും, അല്ല നീ എന്തിനാ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നേ? അപ്പൊ അവൻ പറയും, ഞാനാ നമ്മളുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയ അടികൂടി ചെറുക്കൻ, എനിക്കാണെങ്കിൽ 14 വയസ്സേ ഉള്ളൂ, ഹൈ ഐക്യം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ +2 വന്നിരിക്കുന്നത് എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജെ പറയും, എനിക്ക് നിന്റെ അടുത്തുനിന്നൊരു ഹെൽപ്പ് വേണം, നീ എന്നെ സഹായിക്കോ? അപ്പോൾ ആ ചെറുക്കൻ പറയാൻ തുടങ്ങും, ഓക്കെ ഞാൻ എന്തിനും റെഡിയാണ്, പക്ഷെ നീ എനിക്ക് ഫുഡ് വാങ്ങി തന്നാൽ മതി. ഈ ചെറുക്കൻ്റെ പേര് CN എന്നായിരുന്നു. അവിടെ നമ്മുടെ ജെ ചോദിക്കും, അല്ല നിങ്ങളെ എല്ലാവരും എന്താ ആ ക്യാൻറ്റീനിൽ ബാൻ ചെയ്തത്? അപ്പോൾ അവൻ പറയും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരുടെ പറയരുത്, നമ്മുടെ ക്ലാസ്സിലെ കാലിഫില്ലേ, അവന് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന എല എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അവളാണെങ്കിൽ ചെയർമാൻ്റെ മോളായതുകൊണ്ട് തന്നെ അവളുടെ സ്വാധീനം വെച്ചിട്ട് അവിടെ നിന്ന് ആ സെക്ഷൻ അങ്ങ് മാറിപ്പോയി. ഇവനാണെങ്കിൽ ഇവളെ കാണാൻ വേണ്ടി ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അവൾ അവിടെ ഉള്ളൊരു ചെറുക്കനുമായിട്ട് വേറെ റിലേഷൻഷിപ്പിലായി അവനുമായിട്ട് കിസ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതിൻ്റെ പേരിൽ കാലിഫാണെങ്കിൽ ആ ക്യാൻറ്റീൻ മൊത്തം തകർത്തു. അതുകൊണ്ടാണ് സെക്ഷൻ ഇയിലുള്ള പിള്ളേരെ ആ ക്യാൻറ്റീനിലോട്ട് കയറ്റാത്തത് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജെ ഭയങ്കര ഷോക്കാവും. അവൾ വിചാരിക്കും, ഇത്രയ്ക്കും വലിയ സംഭവങ്ങളൊക്കെ നടന്നല്ലേ എന്ന്. അങ്ങനെ അവൾ തിരിച്ച് ക്ലാസ്സിലായിട്ട് വരുന്നതും അവിടെ തന്നെ നമ്മുടെ ആ യൂറി എന്ന് പറഞ്ഞ ആ ഹെയർ കളർ ചെയ്തവനില്ലേ, അവൻ ഇവളെ ഇങ്ങനെ തുറിച്ച് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾ വിചാരിക്കും, ഇവനെ പറ്റി ചോദിക്കാൻ ഞാൻ മറന്നുപോയല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഇവള് ക്യാൻറ്റീനിൽ പോയി ഫുഡ് വാങ്ങിയിട്ട് വരും. CN ആണെങ്കിൽ ഇവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇവനും ഇവള് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇത് കാണുന്നേ CN പറയും, ഇനി മുതൽ ഞാൻ നിന്റെ ഫ്രണ്ടാണ് എന്ന്. അങ്ങനെ നമ്മളുടെ ജെ ആണെങ്കിൽ വേറെ ക്ലാസ്സിലായിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ ഒരുങ്ങുന്നതും അവൾക്ക് അവിടെ വെച്ചിട്ടൊരു ലവ് ലെറ്റർ കിട്ടും. പെട്ടെന്ന് തന്നെ ജെ വിചാരിക്കും, ആഹാ ലവ് ലെറ്ററോ, എനിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞാൽ അവൾ അതെടുത്ത് ബാഗിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ആവുന്നതാണ്. ടീച്ചർ പഠിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതും നമ്മളുടെ ജെ എഴുന്നേക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൾക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ കാലിഫ് ആണെങ്കിൽ അവളുടെ ചെയറിലായിട്ട് ഗ്ലൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ സ്കേർട്ട് ഇപ്പോൾ അതിനകത്ത് ഒട്ടിയിരിക്കുവാണ്. എല്ലാണോ കണ്ടിട്ട് ഇവളെ നോക്കി ചിരിച്ചിട്ട് പറയും, പറ്റിയല്ലേ, അടി പറ്റിയല്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിച്ചിട്ട് അങ്ങ് പോകും. നമ്മുടെ ജെ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. അവസാനം നമ്മുടെ CN അതേപോലെ തന്നെ ഇവളുടെ അടുത്ത് എപ്പോഴും വന്ന് സംസാരിക്കുന്ന ഒരു ചെറുക്കനില്ലേ, ഇവർ രണ്ടുപേരോട് വന്നിട്ട് നമ്മളുടെ ജെനെ ഹെൽപ്പ് ചെയ്ത് 1 2 3 പറഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും പിടിച്ച് എഴുന്നേപ്പിക്കും. അവിടെ അവളുടെ സ്കേർട്ട് പകുതിയും ആ സീറ്റിലായിട്ട് ഒട്ടിയിരിക്കുമായിരുന്നു. അവസാനം നമ്മളുടെ CN അവൾക്കൊരു ജാക്കറ്റൊക്കെ കൊടുക്കും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ എന്തായിരുന്നാലും കാലിഫായിട്ട് അടിയിട്ട സ്ഥിതിക്ക് അവൻ ഇനി നിന്നെ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല, എപ്പോഴും നിന്റെ കൂടെ അടികൂടാനായിരിക്കും അവൻ വരുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജെ പറയും, ഓഹോ അവൻ എൻ്റെ കൂടെ അടികൂടാൻ വരുന്നു, അവന് പെൺകുട്ടീനെ ചൂസ് ചെയ്തതിൽ തെറ്റിപ്പോയി, ഞാൻ അങ്ങനെ ഇങ്ങനെ നിസ്സാരക്കാരിയൊന്നും അല്ലാന്നും പറഞ്ഞ് അവൾ ഓടി വന്ന് നമ്മുടെ കാലിഫിനെ കണ്ടിട്ട്, എടാ കാലിഫേ എന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് അവൻ്റെ മുഖത്തായിട്ട് അവളുടെ ആ ഒരു ജാക്കറ്റില്ലേ അത് വലിച്ചെറിഞ്ഞങ്ങ് കൊടുക്കും. എന്നിട്ട് പറയും, ഇനി മുതൽ ഗെയിം സ്റ്റാർട്ടാണ്, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞിട്ട് അവൾ അവനെ നോക്കി വിരലും കാണിച്ചിട്ട് അങ്ങ് പോകും. പെട്ടെന്ന് തന്നെ എല്ലാവരും ഷോക്കായി ഇങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജെനെ, അവൾക്കിപ്പോൾ നല്ല റിഗ്രറ്റ് ഉണ്ടായിരുന്നു അവൾ ഇങ്ങനെ പറഞ്ഞത് ആലോചിച്ചിട്ട്. അവളുടെ കൂടെയായിട്ട് CN ഉണ്ട്. അവൻ ഇവക്കാണെങ്കിൽ വേറൊരു ജാക്കറ്റ് കൊടുക്കും. അപ്പോൾ അവൾ പറയും, എന്തായാലും താങ്ക്സ് എടാ, നീ എനിക്ക് പുതിയൊരു ജാക്കറ്റ് തന്നില്ലേ, ഞാനത് തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് അവൾ അകത്തോട്ട് കയറിപ്പോവും. CN തിരിച്ച് നടക്കാൻ നേരത്ത് അവന് ചുറ്റിനായിട്ട് കുറേ ചെറുക്കന്മാർ വന്നിട്ട് പറയും, ആഹാ നല്ല പെങ്കൊച്ചാണല്ലോ, അവളെ ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. CN വെറുതെ വിടും. അവൻ ഇവന്മാർക്കിട്ട് നല്ലതുപോലെ കൊടുക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജെനെയാ. അവളെ വീട്ടിൽ വരാനെടുത്ത് അവിടെയായിട്ട് അവളുടെ കസിനെ കാണിക്കും. അത് വേറെ ആരുമല്ല, അവളുടെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ഏരിസ് എന്ന് പറഞ്ഞ ചെറുക്കനായിരുന്നു. അവിടെയായിട്ട് ഇവളുടെ ആൻറ്റി പറയാൻ തുടങ്ങും, എടാ നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിലല്ലേ പഠിക്കുന്നത്, പിന്നെ ഇവളെ നിനക്ക് ഡ്രോപ്പ് ചെയ്താൽ എന്താ, മര്യാദയ്ക്ക് ഇവളെയും കൊണ്ടുപോകണോ എന്ന് പറയും. അടുത്ത ദിവസം നമ്മളുടെ ഏരിസ് ആണെങ്കിൽ ജെനെയും കൊണ്ട് വരാനായിട്ട് ഒരുങ്ങും. അവിടെ ജെ പറയും, എടാ നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ വേണം നടന്നു പൊക്കോളാം എന്ന്. എന്നാൽ ഏരിസ് പറയും, നീ ഒന്ന് അടങ്ങിയിരിക്കോ, നിനക്കറിയാലോ എൻ്റെ വീട്ടുകാരെ, ഞാൻ നിന്നെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയും. അങ്ങനെ അവസാനം നമ്മളുടെ ജെ അവൻ്റെ കൂടെയായിട്ട് സ്കൂളിൽ വരും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ക്ലാസ് സ്റ്റാർട്ട് ആവുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ കാലിഫ് വന്നിട്ട് ജെക്ക് വലിയൊരു ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് പറയും, നീ ഈ ഫുഡ് എല്ലാം വാങ്ങിയിട്ട് വരണോ എന്ന്. അപ്പോൾ ജെ ചോദിക്കും, ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ? അപ്പോൾ അവൻ പറയും, ഞങ്ങൾക്കെല്ലാം വിശന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ പിടിച്ച് തിന്നുമെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ ചേച്ചിക്ക് അങ്ങ് ഒരുമാതിരിയാവും. അവൾ പറയും, ഓക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ക്യാൻറ്റീനിൽ പോയി ഫുഡ് വാങ്ങിയിട്ട് വരും. അവളുടെ കയ്യിൽ നിറയെ ഫുഡ് ആയതുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന കോയിനെല്ലാം താഴെ വീഴും. അവളത് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതും അവിടെയായിട്ട് ഏരിസ് വരും.
അവൻ വന്നിട്ട് ചോദിക്കും, നീ നിന്റെ ക്ലാസ്മേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് വാങ്ങിക്കുന്നത്, നീ കൊണ്ടുപോകരുത്, അവന്മാർക്ക് ഇത് കൊടുക്കരുത് എന്ന് പറയും. എന്നാൽ നമ്മുടെ ചേച്ചി അതൊന്നും കേൾക്കത്തില്ല. അവൾ വേഗം തന്നെ ക്ലാസ്സിലായിട്ട് വരും. എന്നിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കും. ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ ചേച്ചി ആയിരുന്നാലും പറയും, ഓക്കെ ഇനി എനിക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്നും പറഞ്ഞ് അവൾ അകത്തോട്ട് പോകാനൊരുങ്ങുന്നതും അവിടെയുള്ളൊരു ചെറുക്കൻ നമ്മുടെ ചേച്ചിയെ വിളിച്ചിട്ട് പറയും, നീ എവിടെ പോകുന്നു, നീ ഇവിടെ വന്നിരിക്കും എന്നും പറഞ്ഞിട്ട് അവളെയും പിടിച്ചെടുത്ത് കഴിക്കാനൊരുങ്ങും. ഇവിടെയായിട്ട് ആ യൂറി ആണെങ്കിൽ നമ്മളുടെ ചേച്ചീനെ ഇങ്ങനെ തുറച്ചു നോക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി പറയും, എന്തു പറ്റി, നമുക്ക് രണ്ടുപേർക്കും ഫുഡ് ഷെയർ ചെയ്യണോ? എന്നാൽ യൂറി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുഖം തിരിച്ചങ്ങ് നടക്കും. നമ്മളുടെ ചേച്ചീനെ ആയിരുന്നാലും ഇപ്പൊ ക്ലാസ്സിലുള്ള ചെറുക്കന്മാരെല്ലാം ഭയങ്കരമായിട്ട് നല്ലതുപോലെ ആയിരുന്നു ട്രീറ്റ് ചെയ്യുന്നത്. അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അടുത്ത ടീച്ചർ വരുന്നതും അവിടെയായിട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ചേച്ചിയെടുത്തും ക്വസ്റ്റ്യൻ ചോദിക്കും. അവളുടെ പേര് കാണുന്നതും ടീച്ചർ ചോദിക്കും, ആഹാ അപ്പുറത്തെ സെക്ഷനിലുള്ള ഏരിസിന്റെ കസിനാണോ നീ, നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരേപോലെ ആണല്ലോ. അവിടെ നമ്മളുടെ ചേച്ചി അതെ എന്ന് പറയും. ഇത് കേൾക്കുന്നതും ക്ലാസ് മൊത്തവും ഭയങ്കര ഷോക്കായിരുന്നു. ടീച്ചർ അവിടെ നിന്ന് പോകുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ കാലിഫ് അവളുടെ അടുത്ത് ചോദിക്കും, അല്ല യഥാർത്ഥത്തിൽ നീ അവനും തമ്മിൽ എന്തോ ബന്ധം? അവിടെയായിട്ട് നമ്മളുടെ ചേച്ചി പറയും, അവൻ എൻ്റെ കസിനാണ്, എന്തോ പറ്റി? ഇത് കേൾക്കുന്ന ക്ലാസ് മൊത്തം ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാവരും നമ്മളുടെ ചേച്ചിനെ ഒരുമാതിരി നോക്കാൻ തുടങ്ങും. എല്ലാവരും നമ്മളുടെ ചേച്ചിനെ നല്ലതുപോലെ അവോയ്ഡ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും. ചേച്ചിക്കൊന്നും മനസ്സിലാവത്തില്ല. ക്ലാസ്സിലുള്ള നമ്മളുടെ കാലിഫ് ആയിരുന്നാലും ഇവിടെ വന്ന് തട്ടിയിട്ട് പോകും. ഇവന്റെ കൂടെ അടികൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കണ്ട ഭാവം പോലും നടിക്കത്തില്ല. അങ്ങനെ അവള് വീട്ടിൽ ചെന്നിട്ട് വേഗം തന്നെ സീനിനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്താ വരാഞ്ഞെന്ന്. അവൻ പറയും, അതെനിക്ക് സുഖമില്ലായിരുന്നു, ഇനി ഒരാഴ്ചത്തേക്ക് ഞാൻ ക്ലാസ്സിലോട്ട് ഇല്ല എന്ന്. നമ്മളുടെ ചേച്ചിയെ ഭയങ്കര കൺസേണിൽ അവൻ്റെ അടുത്ത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. അവൻ ചോദിക്കും, നീ എന്നെ മിസ് ചെയ്തോ എന്ന്. എന്നാൽ നമ്മളുടെ ചേച്ചി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അവളാണെങ്കിൽ ഈ കാലിഫ് ഇങ്ങനെ റിയാക്ട് ചെയ്തതിൻ്റെ കാര്യം തിരക്കാനാ സീനെ വിളിക്കുന്നത്. എന്നാൽ അവൾക്ക് അതിനെപ്പറ്റിയൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ജേജി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ കസിനായിട്ടുള്ള ഏരിസിനെ കണ്ടിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ ഏരിസ് പറയും, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ ചെന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചേച്ചിക്ക് ഭയങ്കര ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കാലിഫും ഫ്രണ്ട്സും ഇല്ലേ, എല്ലാവരോടും ഇരുന്നിട്ട് നമ്മുടെ ചേച്ചിയുടെ ഫുൾ ഡീറ്റെയിൽസ് തപ്പി നോക്കുന്നതാ. അവർക്ക് മനസ്സിലാവും ഇവളുടെ ഒരു തല്ലിപ്പൊളി പെണ്ണാണ്. അവൾ കഴിഞ്ഞ സ്കൂളിൽ ഒരു പെണ്ണിനെ പെൻസിൽ വെച്ച് കുത്തുകയും അതേപോലെ തന്നെ വേറെ ഏതോ പെണ്ണിനെ ടെറസിൽ നിന്ന് തള്ളിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവൾ അത്രയ്ക്കും പണിയൊക്കെ കാണിച്ചിട്ടാ വന്നത് എന്ന്. ഇത് കേൾക്കുന്ന എല്ലാം ഷോക്കാവും. അവർ പറയും, അവൾ സെക്ഷൻ ഇക്ക് പറ്റിയ പെണ്ണാ എന്ന്. പെട്ടെന്ന് തന്നെ ഒരുത്തം വന്നിട്ട് പറയും, ഗായ്സ് നിങ്ങളൊരു കാര്യം അറിഞ്ഞോ, ഇവളിപ്പോൾ നമ്മളുടെ ശത്രുവായിട്ടുള്ള ഏരിസിന്റെ കൂടെ നിൽക്കുന്നത്. അവളുടെ അച്ഛൻ ഇവളെ കളഞ്ഞിട്ട് പോയി, അമ്മയും വേറെ എവിടെ പോയി, മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ട് അവളിപ്പോൾ അവളുടെ ആന്റിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്, അതായത് ഏരിസിന്റെ കൂടെ അവിടെ നിൽക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂറി പറയും, ഇതിന്ന് എന്തോ മനസ്സിലായി, നമ്മുടെ ശത്രുവായിട്ടുള്ള ഏരിസ് അവന്റെ കസിനെ മനഃപൂർവ്വം നമ്മളുടെ ഈ ഒരു സെക്ഷനിലോട്ട് പറഞ്ഞു വിട്ടേക്കോ, നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ന്. അവളെ നമുക്ക് വെറുതെ വെച്ചുകൂടാ എന്നൊക്കെ അവർ ഭയങ്കര സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ചേച്ചി ക്ലാസ്സിലായിട്ട് വരുന്നതാ. എല്ലാവരും ഇപ്പോഴും നമ്മളുടെ ചേച്ചിയുടെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ക്ലാസ് ടീച്ചർ ആയിരുന്നാലും പറയും, ഇവിടെ നോക്കിയാണ് എന്ത് ചവറ, മര്യാദയ്ക്ക് വൃത്തിയാക്കിക്കോണോ എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാണവും പഴയതുപോലെ തന്നെ ഇറങ്ങി പോകാനായിട്ടിരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ചേച്ചിയെ പറയും, അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് നിനക്കൊക്കെ ഒന്ന് മിണ്ടിക്കൂടെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നതും എല്ലാണോ വന്നിട്ട് കഥ കടച്ചിട്ടങ്ങ് പോവും. അവിടെ പുറത്തെത്തുന്ന എല്ലാവരും പറയും, ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓട്ടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അപ്പം നമ്മളുടെ കാലിഫ് ആയിരുന്നാലും പറയും, ആരും അവളുടെ അടുത്ത് മിണ്ടരുത്, അവസാനം അവൾ മെന്റൽ ടോർച്ചർ സഹിക്കാൻ വയ്യാഞ്ഞ് ഇവിടെ നിന്നങ്ങ് പൊക്കോളൂ എന്ന്. അപ്പോൾ അവിടെ നിൽക്കുന്ന പിള്ളേർ പറയും, അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല. പെട്ടെന്ന് തന്നെ കാലിഫ് പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഇനിയും ടോർച്ചർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ക്ലാസ്സിലായിട്ട് വന്നിട്ട് ഉള്ള വേസ്റ്റ് എല്ലാം കൂടി അവിടെ തട്ടിയെങ്കിടും. എന്നിട്ട് പറയും, നീ ഇതെല്ലാം വൃത്തിയാക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണോ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ജെ അടങ്ങിയിരിക്കുമെന്നാണ്. അവളും അവിടെ ഇരുന്ന് കുറേ വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്ത് തട്ടിയിട്ടിട്ട് പറയും, മര്യാദയ്ക്ക് നീ ഇത് ക്ലീൻ ആയിക്കോളാം, നീ പറയുന്നത് കേൾക്കാൻ ഞാൻ നിന്റെ വേലക്കാരിയൊന്നുമല്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജെ പറയും, ഞാൻ ഇവിടുത്തെ ക്ലാസ് പ്രസിഡന്റ് ഇത് ക്ലീൻ ആക്കാറില്ല എന്ന്. ഉടനെ തന്നെ നമ്മുടെ ജെ പറയും, നീ അതിന് അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ, മര്യാദയ്ക്ക് ക്ലീൻ ആയിക്കോണം, ഞാനും ചെയ്യത്തില്ല എന്ന്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ യൂറി വന്നിട്ട് നമ്മുടെ ഈ കാലിഫിന്റെ അടുത്ത് പറയും, എടാ മര്യാദയ്ക്ക് നീ ക്ലീൻ ആക്കിക്കോ, നിനക്ക് ഡേവിഡിനെ അറിയാലോ, അവൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവൂ എന്ന്. ഇവിടെയായിട്ട് ഇവന്മാരെല്ലാവരും നമ്മുടെ കാലിഫിനെ അതേപോലെ ജെനെ ആ റൂമിലാക്കിയിട്ട് അങ്ങ് പോകും. ജെ അറിഞ്ഞാലും ചോദിക്കും, അല്ല ഈ ഡേവിഡ് ആരാ, നീ എന്തിനാ ഡേവിഡിനെ പേടിക്കുന്നത്? അപ്പം നമ്മുടെ കാലിഫ് പറയും, അവനാണ് യഥാർത്ഥ ക്ലാസ് പ്രസിഡന്റ് എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, ഓഹോ അപ്പോൾ നീ ഡ്യൂപ്പാണല്ലേ, അല്ല നിങ്ങൾ എന്താ എൻ്റെ അടുത്ത് മിണ്ടാത്തത്, എന്തുവാ കാര്യം, ഞാനാണെങ്കിൽ യൂറിയുടെ സിസ്റ്ററാന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? എന്നാൽ ഇത് കേൾക്കുന്നത് നമ്മുടെ കാലിഫ് ഒന്നും മിണ്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. നമ്മളുടെ ജെ ആയിരുന്നാലും സ്കൂളിലോട്ട് വരാനെടുത്ത് അവിടെയായിട്ട് നമ്മുടെ CN കാണും. പെട്ടെന്ന് തന്നെ അവൾ കാറിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വരും. എന്നിട്ട് ചോദിക്കും, എടാ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം അറിയാനുണ്ട്, അല്ല എന്നെ ക്ലാസ്സിലെല്ലാവരും ഏറിസിന്റെ കസിനാന്ന് അറിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുവാണ്, നീ അതിനെപ്പറ്റി വല്ലതും അറിഞ്ഞായിരുന്നോ? അപ്പോൾ നമ്മുടെ CN പറയും, ആ ഞാൻ അതിനെപ്പറ്റി കേട്ടായിരുന്നു, പക്ഷെ എനിക്കതൊന്നും പ്രശ്നമില്ല, ഞാൻ നിന്റെ കൂടെ ഇപ്പോഴും കമ്പനി
കമ്പനിയാണ് എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ സിയൻ ആയിരുന്നാലും എന്തിന്റെ പേരിലാണ് അവളുടെ അടുത്ത് ഇവരാരും മിണ്ടാത്തത് എന്നൊന്നും പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ സ്കൂളിലായിട്ട് വരുന്നതും നമ്മുടെ കാലിഫും അതേപോലെ തന്നെ ഡേവിഡ് എന്ന് പറഞ്ഞ ചെറുക്കനും ഭയങ്കരമായിട്ട് അടി കൂടുമായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ജെ വന്നിട്ട് ഇവന്മാരെ തടയാൻ നോക്കും. കാലിഫ് ആയിരുന്നാലും ഇവളുടെ ദേഹത്തായിട്ട് വീഴാൻ വേണ്ടിയിട്ട് വരും. ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കും. അവസാനം നമ്മുടെ ജെ ആണെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് ഒരു ചെയർ എടുത്തിട്ട് രണ്ടെണ്ണത്തിന്റെ നടുക്കായിട്ട് എടുത്തങ്ങ് ഇടും. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. പെട്ടെന്ന് തന്നെ യൂറി അവിടെ വന്നിട്ട് പറയും, ഓക്കെ നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഒരിക്കൽ കൂടി റീ എലക്ഷൻ വെക്കാം, അപ്പൊ അറിയാലോ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസിഡന്റ് ആരായെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിഫ് വന്നിട്ട് ജെനെ നോക്കിയിട്ട് പറയും, ഈ പെണ്ണ് വന്ന് ഇടയിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ടിരുന്നാ മതി എന്ന്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവം എന്ന് വെച്ചാൽ ഈ ഡേവിഡ് എന്ന് പറയുന്നവനാണ് യഥാർത്ഥ പ്രസിഡന്റ്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ അടി കൂടുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജെയും അതേപോലെ സിയനും കൂടി ചേർന്നിട്ട് ക്യാൻറ്റീനിലായിട്ട് വന്ന് ഫുഡ് വാങ്ങിക്കാൻ ഒരുങ്ങുന്നതാ. അപ്പൊ നമ്മളുടെ ജെ ആയിരുന്നാലും സിയൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിന്നെ എന്തിനാ ക്യാൻറ്റീൻകാർ ബാൻ ചെയ്തത്, നീ നല്ലൊരു കുട്ടിയായിരുന്നില്ലേ? അപ്പോൾ സിയൻ പറയും, ഓ അത് ഞാനൊരു പെങ്കൊച്ചിനെ കിസ് ചെയ്തായിരുന്നു, അതിന്റെ പേരിലാണ് എന്നെ ബാൻ ചെയ്തത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജെ ഷോക്കായിട്ട് അവനെ കളിയാക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവർ ക്യാൻറ്റീൻ വരുന്നതും അവിടെ എഴുതി വെച്ചേക്കും നമ്മുടെ ജെനെ ബാൻ ചെയ്തേക്കോ എന്ന്. ഇത് കാണുന്ന ഇവള് ഷോക്കാവും. അപ്പോൾ സിയൻ പറയും, ഓ നീയും ഇപ്പൊ സെക്ഷൻ ഒരു കുട്ടിയല്ലേ, അതുകൊണ്ടാണ് നിന്നെ ബാൻ ചെയ്തത് എന്ന്. അവിടെ ആയിട്ടൊരു പെങ്കൊച്ച് വന്നിട്ട് നമ്മുടെ ജെ അടുത്ത് ചോദിക്കും, എന്തു പറ്റി, നിനക്ക് ക്യാൻറ്റീനിൽ കയറാൻ പറ്റത്തില്ലേ? അപ്പോൾ അവൾ അതേ എന്ന് പറയും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സിയൻ ആയിരുന്നാലും ഇവളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്തിട്ട് ഫുഡ് വാങ്ങി തരുമോ എന്ന് ചോദിക്കും. അവൾ ഓക്കെ പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജെക്ക് മനസ്സിലാവും, അതായത് ഇവനൊരു പെങ്കൊച്ചിനെ കിസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് വേറെ ആരുമല്ല, അത് ഈ പെണ്ണ് തന്നെയായിരുന്നു. അവൾ അതിന്റെ പേരിൽ ഇവനെ കളിയാക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ജെ സിയനും കൂടി ക്ലാസ് റൂമിലായിട്ട് വരുന്നയാ. അവിടെ വരുമ്പോൾ എന്തുവാ, അവിടെ റീ എലക്ഷൻ നടക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ട് ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും ക്ലാസ് പ്രസിഡന്റ്. ഇത് കാണുന്നേ നമ്മുടെ ജെ ഭയങ്കര ഷോക്കാവും. അവിടെയായിട്ട് നല്ലതുപോലെ ഫൈറ്റും സ്റ്റാർട്ടാവും. നമ്മുടെ ജെ സപ്പോർട്ട് ചെയ്യുന്നത് ഡേവിഡിനെയാണ്. എന്നാൽ അവനാണെങ്കിൽ ആദ്യത്തെ 2-3 അടി തന്നെ കറങ്ങി അടിച്ചങ്ങ് വീഴും. നമ്മളുടെ ജെ അവനെ നല്ലതുപോലെ പ്രൊമോട്ട് ചെയ്യും. ഇതൊക്കെ കാണുന്നേ നമ്മുടെ കാലിഫിന് നല്ല ദേഷ്യം വരും. അവനാണ് ഇവിടെ ജയിക്കുന്നത്, അവൻ ഇവളെ നോക്കി നല്ലതുപോലെ പോസൊക്കെ ചെയ്തിട്ട് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ഈ ഡേവിഡിനെ ആണെങ്കിൽ നമ്മുടെ ജെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാ. അവൻ ചോദിക്കും, നീ എന്തിനാ എന്നെ സഹായിക്കുന്നേ എന്ന്. എന്നാൽ ജെ പറയും, അങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക റീസൺ ഒക്കെ വേണോ എന്നും പറഞ്ഞിട്ട് ജെ ആണെങ്കിൽ അവനെ എഴുന്നേപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടൊക്കെ പോവും. ഡേവിഡ് നല്ലതുപോലെ സർപ്രൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജെ ആണെങ്കിൽ ഫുഡും കൊണ്ട് വരുന്നതാ. അതും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സിയന് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ടത്തിൽ തന്നെ അവളുടെ ഫുഡാണെങ്കിൽ അവൾ ആ ഡേവിഡിനും അങ്ങോട്ട് ഷെയർ ചെയ്യും. അങ്ങനെ ഇവർ 3 പേരും ഇപ്പൊ കമ്പനിയാവും. അതേസമയം തന്നെ ടീച്ചർ വന്നിട്ട് അവിടെ പറയും, PT-ക്കുള്ള സമയമായി, നിങ്ങളെല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ആക്കുക എന്ന്. ഇവന്മാരെല്ലാവരും ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജെ പറയും, എടാ നിനക്കൊക്കെ നാണമില്ലേ, ഒരു പെങ്കൊച്ച് ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ, എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറുവാണോ എന്ന്. പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കാലിഫ് അവിടെ നിന്ന് ഡ്രസ്സ് മാറുന്ന കാണും. അവന്റെ ബോഡി കാണുന്നേ അവളിങ്ങനെ അവനെ നോക്കി നിന്നു. കാര്യം അവൾക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സിയൻ വന്നിട്ട് നമ്മുടെ ജെനെ കളിയാക്കും, ഓഹോ നിനക്കപ്പോ ഈ ബോഡി ഇഷ്ടപ്പെട്ടല്ലേ എന്നും പറഞ്ഞിട്ട്. അവൾ അവിടെ നിന്ന് ഇല്ല എന്നും പറഞ്ഞിട്ട് കണ്ണും പൊത്തി ഓടുന്നതും കറക്റ്റായിട്ട് വന്നിടിക്കുന്നത് നമ്മളുടെ ആ യൂറീനെ. ഇവര് രണ്ടുപേരും കുറച്ചു നേരം റൊമാൻറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ഏരിസും അവന്റെ ഫ്രണ്ട്സും കൂടെ ഇരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ ആ ഒരു പെങ്കുച്ചു വന്നിട്ട് പറയും, ഞാൻ ജിമ്മിൽ പോവാം, നീ എൻ്റെ കൂടെ വരുന്നോ എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഏരിസിന്റെ ഫ്രണ്ട്സ് പറയും, നീ ആണെങ്കിൽ ആ PT ക്ലാസ്സിലോട്ട് പോ, അവിടെ നിന്റെ എക്സ് ഉണ്ട്, അല്ല നിന്റെ എക്സും ഉണ്ട്, അതായത് നീ കാലിഫിനെയും അതേപോലെ തന്നെ യൂറിനെയും ഒരേപോലെ ഡേറ്റ് ചെയ്തില്ലായിരുന്നോ. ഇത് കേൾക്കുന്ന ആ പെണ്ണ് പറയും, ഒന്ന് അടങ്ങിയിരിക്കടാ എന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു PT ക്ലാസ്സിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ നമ്മളുടെ ജെയും കാലിഫും എല്ലാവരും കൂടി PT ട്രെയിനിങ് എടുക്കുമായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഏരിസ് ആണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനമൊക്കെ കാണിക്കാൻ തുടങ്ങും. ഇത് കാണുന്ന കാലിഫിന് നല്ല ദേഷ്യം വരും. ഇതെല്ലാം നമ്മളുടെ ജെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലാവും, ഓഹോ അപ്പോൾ കാലിഫിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഇവളായിരുന്നല്ലേ, അപ്പൊ ഇതാണ് ഇവർക്കിടയിലുള്ള പ്രശ്നം. ഇവക്കെല്ലാം മനസ്സിലാവും. ടീച്ചർ അവിടെ നിന്ന് പോകുന്നതും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോളൊക്കെ വെച്ച് കളിക്കാൻ തുടങ്ങും. എന്നാൽ പെട്ടെന്ന് തന്നെ കാലിഫിന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ നമ്മളുടെ ജെനെ നോക്കിയിട്ട് പറയും, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ നേർക്കായിട്ട് ബോൾ എടുത്ത് എറിയാൻ തുടങ്ങും. ഇത് കാണുന്നതും എല്ലാവരും അവളുടെ നേർക്കായിട്ട് ബോൾ എടുത്ത് എറിയും. പെട്ടെന്ന് തന്നെ കാലിഫിന് നല്ല ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ ഒരു ബോൾ എടുത്ത് നമ്മളുടെ ജെയുടെ മുഖത്തായിട്ട് നല്ലതുപോലെ എടുത്തങ്ങ് എറിഞ്ഞു കൊടുക്കും. അത് കാരണം ജെ തെറിച്ചു പോയി വീഴും. അവളുടെ മൂക്കിൽ നിന്ന് നല്ലതുപോലെ ബ്ലഡ് വരാൻ തുടങ്ങും. ഇത് കാണുന്നേ ഏരിസ് പെട്ടെന്ന് തന്നെ ഇവളുടെ അടുത്തോട്ട് ഓടി വരും. നമ്മളുടെ ജെ ആയിരുന്നാലും എന്തോ ഒരു ട്രോമ ഉള്ളിൽ കിടക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും, എന്നെ വിട് എന്നും പറഞ്ഞിട്ട്. എന്നാൽ നമ്മളുടെ ഏരിസ് വന്നിട്ട് പറയും, ജെ നീ കൂളാവ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവളെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. ഇത് കാണുന്നത് നമ്മളുടെ കാലിഫ് ആയിരുന്നാലും അങ്ങ് ഒരുമാതിരി ആയി പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജെ നല്ലതുപോലെ കൂളാവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം.
ഇറ്റ് സൈനിങ് ഓഫ് MDC.